ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കേ ഒരു മനോഹരമായൊരു സ്ഥലം കണ്ടാലോ? ഏതായി സ്ഥലം എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാകും, ഇവിടെ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ ആർക്കെങ്കിലും ഇത് കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സൂര്യനെല്ലി. സൂര്യനെല്ലി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഓർമ്മ വരിക കൊഴുക്കുമല ജീപ്പ് സഫാരിയും ടെൻറ്റ് ക്യാമ്പിങ്ങും ടീ പ്ലാന്റേഷനും ഒക്കെ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ സൂര്യനെല്ലിയിൽ വരികയാണെങ്കിൽ ഇത്ര മനോഹരമായ പ്ലേസ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ നല്ല ടീ പ്ലാന്റേഷൻ നമുക്ക് കാണാൻ കഴിയും. HMLൻ്റെ നല്ല പ്ലാന്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? നല്ല മനോഹരമായ ദൃശ്യമാണ്. സ്വിറ്റ്സർലാൻഡിലും ഫോറിൻ കൺട്രിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ നല്ല ദൃശ്യങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇത്ര മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരിക കേട്ടോ. അത്ര മനോഹരമായ പ്ലേസാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനയിറങ്ങൽ ഡാം കാണാൻ കഴിയും. അതേപോലെ കൊഴുക്കുമലയ്ക്ക് ജീപ്പ് സഫാരി പോകാൻ കഴിയും. അതേപോലെ സിപ്പ് ലൈൻ, കയാക്കിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. കണ്ണിന് കുളിർമയാകുന്ന നല്ല ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് സൂര്യനെല്ലി. അപ്പോൾ എല്ലാവരും സൂര്യനെല്ലിക്ക് വരിക. മൂന്നാറിൽ വരികയും മൂന്നാറിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും പോവുമായിരിക്കും. പക്ഷേ സൂര്യനെല്ലി അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. സൂര്യനെല്ലിയിലേക്ക് വരികയാണെങ്കിൽ ഈ പച്ചപ്പാർന്ന ഈ മലനിരകളും ടീ പ്ലാന്റേഷനുകളും എല്ലാം നമുക്കിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഇതിവിടെ വരുവാണെങ്കിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അതേ കാണുന്നതൊക്കെ ഇവിടുത്തെ ലൈൻസാണ്. ഇവിടെ ഈ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ലൈൻസാണ്. നമ്മുടെ സൂര്യനെല്ലി മൂന്നാർ വാലിയാണ് കേട്ടോ. മൂന്നാറിൽ നിന്നും നമ്മൾക്ക് ഏകദേശം ഒരു 24 കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂര്യനെല്ലിയിൽ എത്തിച്ചേരാൻ കഴിയും. അതേപോലെ നമുക്ക് കൊച്ചിയിൽ നിന്ന് നമ്മൾ സൂര്യനെല്ലിക്ക് വരികയാണെങ്കിൽ ഏകദേശം 157 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും കേട്ടോ. അതേപോലെ തമിഴ്നാട് മധുരയിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 140 കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് സൂര്യനെല്ലിയിൽ എത്താൻ കഴിയുക. ഇത് തമിഴ്നാട് കേരള ബോർഡറിൻ്റെ ഏകദേശം ഒരു 12 കിലോമീറ്റർ ചേർന്നാണ് സൂര്യനെല്ലി ഉള്ളത്. നമുക്കിവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതേപോലെ നമുക്കിവിടെ ആനയിറങ്ങൽ ഡാമുണ്ട്. നല്ല വ്യൂ നമുക്കവിടെ പോയാൽ ആസ്വദിക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ധാരാളം ഹോം സ്റ്റേകളും അതേപോലെ ടെൻറ്റ് ക്യാമ്പിങ്ങുകളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സൂര്യനെല്ലി. എല്ലാവിധ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ. സിപ്പ് ലൈൻ, കയാക്കിംഗ്, ഹോട്ട് എയർ ബലൂൺ, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് നമുക്കിവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും മെയിനായിട്ട് വരുന്നത് കൊഴുക്കുമല ജീപ്പ് സഫാരിക്ക് പോകാൻ വേണ്ടിയാണ്. അവിടെ ചെന്നിട്ട് സൺറൈസ് കാണുക എന്നാണ് എല്ലാവരും ആസ്വദിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിന് വരുവാണെങ്കിൽ ഏർലി മോർണിംഗ് നമുക്ക് പോവുകയാണെങ്കിൽ സൺറൈസ് ഒക്കെ കണ്ടിട്ട് നല്ല മനോഹരമായ ആ ജീപ്പ് സഫാരി ആസ്വദിച്ച് നമുക്ക് സൂര്യനെല്ലിയിലേക്ക് തിരിച്ചു വരാൻ കഴിയും. ഏകദേശം 15 കിലോമീറ്റർ ആണ് സൂര്യനെല്ലിയിൽ നിന്നും കൊഴുക്കുമലയിലേക്കുള്ളത്. അത് നമുക്ക് ഓഫ് റോഡ് ജീപ്പിലൂടെ മാത്രമാണ് നമുക്ക് പോകാൻ കഴിയുക. അങ്ങനെ നമുക്ക് പോകാൻ കഴിയുന്ന നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സൂര്യനെല്ലി. അപ്പോൾ ഇവിടെ വരാത്തവരെല്ലാവരും സൂര്യനെല്ലിക്ക് വരിക, ഇവിടുത്തെ ദൃശ്യഭംഗി നല്ല രീതിക്ക് ആസ്വദിക്കുക, എന്നിട്ട് എല്ലാവരും തിരിച്ചു പോകുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഇപ്പോൾ നല്ലൊരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും.